പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, സുഹൃത്ത് വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം. സുജി ബാബു ചേരും കൂടുതൽ വിവരങ്ങളുമായി. സുജി ബാബു, രാവിലെ തന്നെ വളരെ നടുക്കമുള്ളൊരു വാർത്തയാണ്. ഭർത്താവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രി 11 കൂടിയാണ് സംഭവം. പത്തനംതിട്ട കൂടൽ പാടത്താണ് ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊന്നിരിക്കുന്നത്. ബൈജുവാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട വൈഷ്ണവി 27 വയസ്സ്, അയൽക്കാരൻ വിഷ്ണു 34 വയസ്സ്. ഈ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു ആണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന സംഭവത്തിൽ. പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 ബൈജു ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഭാര്യ വൈഷ്ണവിയും ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. കൊലപാതക സമയത്ത് വിഷ്ണുവിന്റെ ബന്ധുക്കൾ ആരും തന്നെ വീട്ടിലായിരുന്നു. അവർ തിരുവനന്തപുരത്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിഷ്ണു ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വിഷ്ണുവിന് വലിയ തരത്തിൽ തന്നെ മുറിവേറ്റിട്ടുണ്ട്. 8-9 വെട്ടുകൾ ശരീരത്ത് ഏറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ മുറിവുകളെ പറ്റിയൊക്കെ തന്നെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകത്തുള്ളൂ. നിലവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ഈ കൊലപാതക കാരണം എന്താണെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതായത് സാമ്പത്തിക തർക്കമാണോ കൊലപാതക കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കാരണം പോലീസ് ഇന്നലെ രാത്രി നടന്നൊരു കൊലപാതകമാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാത്രമേ കൃത്യമായ കാരണത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ വിഷ്ണുവും ഈ ബൈജുവും തമ്മിൽ ഫോണിൽ സംഭാഷണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് ഇപ്പം ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. എന്തായാലും ഇന്നലെ രാത്രി 11:00 ഈ നിഷ്ഠൂരമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണുവിനെയും അതായത് ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവിയെയും വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് അനന്യ. തീർച്ചയായും പത്തനംതിട്ടയിൽ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, സുഹൃത്ത് വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ബൈജു പോലീസ് കസ്റ്റഡിയിലാണ്. കൊലപാതക കാരണം നിലവിൽ വ്യക്തമല്ല. സുജി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.